ജയ്ഹിന്ദ് ടിവിയുടെ തത്സമയ ആരോഗ്യ പരിപാടിയായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 40 വയസ്സിന് മുന്നേ ഉണ്ടാകുന്ന കഷണ്ടിയും അതിനുള്ള പ്രതിവിധിയുമാണ് നമ്മുടെ മെഡിടോക്കിലെ ഇന്നത്തെ വിഷയം. നമ്മുടെ ഇന്നത്തെ അതിഥി തിരുവനന്തപുരം അനന്തപുരി ഹെർബൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ അനിൽകുമാർ. നമുക്ക് അദ്ദേഹത്തെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇപ്പോൾ തലമുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രശ്നമാണ് അല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ല, പക്ഷെ ഒരു 20 വയസ്സിന് മുന്നേ ഉള്ള പലർക്കും തന്നെ കഷണ്ടി ബാധിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? 20 അല്ല, ഒരു 10 SLC പ്രായമാകുമ്പോഴേ കഷണ്ടി ബാധിച്ചെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ് സാർ ഇപ്പം ഇങ്ങനെ തലമുടി കൊഴിച്ചിൽ ഇത്ര കൂടാൻ? ഒന്ന് നമ്മുടെ ജീവിതചര്യയിലുണ്ടായ മാറ്റം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അതായത് ഒന്ന് അമിതമായ സോപ്പിൻ്റെ ഉപയോഗം, തലയിൽ സോപ്പ് തേക്കുക, അതുപോലെ അമിതമായ ഷാമ്പൂവിൻ്റെ ഉപയോഗം, പിന്നെ ടെൻഷൻസ്, പിന്നെ വിവിധ രോഗങ്ങളായ തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അങ്ങനെ പല രോഗങ്ങളുമുണ്ട്. പല കഴിക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം കൊണ്ട് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വരെ പൊല്യൂട്ടഡാണ്. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് കൊഴിഞ്ഞിട്ടാണ് ആദ്യം തന്നെ 14 വയസ്സിലേക്ക് കഷണ്ടിയിലോട്ട് പോകുന്നു. അപ്പോൾ അത് തടയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു മുടിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം എടുക്കുമായിരിക്കും തുടക്കം മുതലുള്ള ഒരു? അങ്ങനെയല്ല, ഒരു മുടിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 45 ദിവസമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ മുടി കൊഴിയുകയും പൊടിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സൈക്ലിക്കൽ പോലെ ഗ്രോയിങ് സ്റ്റേജ്, റീറ്റൈനിങ് സ്റ്റേജ്, അതെ അതെ, അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ്. 45 ദിവസമേ ഉള്ളൂ. 40 അപ്പോൾ മുടി കൊഴിച്ചിൽ കാണുമ്പോൾ ആളുകൾ പിന്നെ മുടി വരില്ലേ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് ഗ്രോയിങ് സ്റ്റേജ്, കണ്ടിന്യൂ ആയിട്ടൊരു സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് പൊഴിഞ്ഞു പോകുന്നു, വീണ്ടും എഗെയിൻ പൊടിക്കുന്നു. ആ പൊടിക്കാതെ വരുമ്പോഴാണ് അത് കഷണ്ടിയിലോട്ട് പോകുന്നത്. അപ്പോൾ പലർക്കും ഈ ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ അത് നിർത്താനുള്ള പല സോഴ്സസ് ഇല്ലാതെ വരുമ്പോഴാണ് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. തീർച്ചയായും അത് സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. ഒരു നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും ഒരു മസാജോ ഒന്നും ചെയ്യാറില്ല. കുളിക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് ഒരു ഓയിൽ തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സോപ്പ് തേച്ച് അത് കഴുകിക്കളയുന്നു. ഇതാണ് സാധാരണ ഒരു ദിനചര്യ. അപ്പം അത് പോരാ. അതൊരു മസാജ് വഴി അത് സംരക്ഷിച്ചാൽ മാത്രമേ മുടി തലയിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് തുടങ്ങി ഈവൻ ഒരു ഓയിലും അപ്ലൈ ചെയ്യാതെ വെറുതെ മസാജ് കൊടുത്താൽ ആദ്യം കുറച്ച് കൊഴിച്ചിൽ കാണും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓയിലൊന്നും ഇല്ലാതെ കൈകൊണ്ട് മാത്രം വെറുതെ പ്ലെയിൻ മസാജ് കൊടുത്തിരുന്നാൽ തന്നെയും അവിടെ സർക്കുലേഷൻ കൂടും. സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ കൊഴിച്ചിലിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ മസാജ് കൊടുക്കുമ്പോൾ കുറച്ച് കൊഴിച്ചിൽ കാണുമ്പോൾ തന്നെ പേടിക്കുക, അയ്യോ തൊടാനേ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. എന്നാൽ അങ്ങനെയല്ല. ആ കൊഴിയുന്നത് ആദ്യത്തെ ഒരു 8-10 ദിവസമേ കാണത്തുള്ളൂ. ആ നല്ലവണ്ണം മസാജ് കൊടുക്കുമ്പോൾ സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ കൊഴിച്ചിൽ ഗ്രാജുവലി കുറയും. ഈ ബ്ലഡ് സർക്കുലേഷനും ഈ കൊഴിച്ചിലും തമ്മിൽ എന്താ ബന്ധം? ഉണ്ട്. എങ്കിലേ എൻ്റെ ഹെയർ റൂട്ട് സ്ട്രോങ് ആവത്തുള്ളൂ. ഹെയർ റൂട്ട് സ്ട്രോങ് ആവാനാണ് ഈ മസാജ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കഴിവതും പലരും മസാജ് പേടിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ അനുഭവം നേരെ തിരിച്ചാണ്. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൊഴിച്ചിൽ കുറയും. അതൊരു ഓയിലും കൂടെ വെച്ചാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. അതൊരു ഔഷധ ഗുണമുള്ള ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കതിലേക്ക് വരാം സാർ. കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരായിരുന്നു? ഹലോ ഹലോ ഹലോ, ഇച്ചിരി ഉച്ചത്തിൽ സംസാരിക്കാവോ സാർ? കേൾക്കാൻ വയ്യ, ഉറച്ച് പറഞ്ഞോളൂ. നമസ്കാരം സാർ, എന്റെ പേര് പ്രസാദ്, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കാം. പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ എണ്ണ നമ്മൾ ഓയിൽ യൂസ് തുടങ്ങിയിട്ട് 6 മാസമായി സാർ. എന്റെ മുടി കൊഴിച്ച് നല്ലപോലെ മാറി സാർ. എനിക്ക് താരം ഉണ്ടായിരുന്നു, താരം മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരു കൂട്ടുകാരന്മാർ 10-50 പേരോട് ഞാൻ കൂട്ടുകാരന്മാരോട് ഞാൻ സാറിന്റെ നമ്പർ കൊടുത്തത്. സാറ് വിളിച്ചിട്ടുണ്ടല്ലോ അവര്? അല്ല, ആരൊക്കെ വിളിക്കുന്നുണ്ട്. പാലക്കാട് ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞില്ല സാർ. ഒരുപാട് നല്ല ഗുണമുണ്ട് പറയാം. അപ്പൊ എങ്ങനെയുണ്ട്? ഫലപ്രദമാണോ? 100% പെർഫെക്റ്റ് ആണ് സാർ. 100% ഫലപ്രദമാണ്. ഓക്കെ. അപ്പൊ വിളിച്ച് പറയാൻ നന്ദി. വളരെ താങ്ക് യു. വളരെ പെട്ടെന്ന് മാറുന്നുണ്ട് സാർ. ശരി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ 100% റിസൾട്ടാണ് പറയുന്നത്. ഞാൻ 100% ഇതിൽ പല എപ്പിസോഡിലും പ്രോഗ്രാം ചെയ്തപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാനൊരു 90-95% പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കസ്റ്റമർ പറയുന്നത് 100% റിസൾട്ട് ഉണ്ട്. ആയിക്കോട്ടെ, വളരെ സന്തോഷം. അപ്പോൾ ഇത് സാറിൻ്റെതെന്ന് പറയുന്നത് ജസ്റ്റ് മസാജിങ് മാത്രമല്ലല്ലോ, മറ്റേ അതെ, ഈ അനന്ത സ്പെഷ്യൽ ഹെയർ കെയർ ഓയിലിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ കുളിക്കുന്നതിന് മുമ്പാണ് ഓയിൽ തേക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ്. കുളി കഴിഞ്ഞ് തല തോർത്തി മുടി ഉണക്കുക, 7-8 തുള്ളി എടുക്കുക, തറവായിട്ട് മസാജ് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ചെറിയ കൊഴിച്ചിൽ കാണാം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എണ്ണ ഉപയോഗിക്കാതെ വെറുതെ മസാജ് ചെയ്ത് നോക്കുക, അപ്പോഴും കൊഴിയും. അത് നിർത്താൻ വേണ്ടിയിട്ട് തറവായിട്ട് മസാജ് ചെയ്യുക. കൊഴിഞ്ഞാലും പ്രശ്നമില്ല, അത് അതുപോലെ തിരിച്ചു വരും. എത്ര നേരം മസാജ് ചെയ്യണം? അത് ഡിപ്പെൻസ്. ഒരു മിനിമം ½ ആൻ അവർ ചെയ്യണം. ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് ശക്തിപ്പെടും. പെട്ടെന്ന് കഴിഞ്ഞാൽ കൊഴിച്ചിൽ ഗ്രാജുവലി സ്റ്റോപ്പ് ആവും. അത് കഴിയുമ്പോൾ ഗ്രോയിങ് സ്റ്റേജിലോട്ട് വരും. ഫോളിക്കിൾസ്, കഷണ്ടി എന്ന് പറയുന്നത് ഫോളിക്കിൾസ് നശിക്കുന്നതല്ല. എല്ലാവരുടെയും ധാരണ കഷണ്ടി എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾസ് നശിക്കുന്നതാണ്. പക്ഷേ എന്നാൽ ഫോളിക്കിൾസ് നശിച്ചിട്ടില്ല, അവിടെ ഫോളിക്കിൾസ് ഉണ്ട്. അത് എന്താ പറയുക, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്നു.
ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് മുടി വരിക. അത് പ്രായത്തിനനുസരിച്ച് പ്രായം കുറയുമ്പോൾ റിസൾട്ട് കൂടും. ഈ പറഞ്ഞ 14 വയസ്സാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. അത് ഓരോ വർഷം കൂടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസുകൾ ഗ്രോയിങ്ങിലുണ്ടാവാം. ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പുള്ളി വിളിച്ച് പറഞ്ഞാൽ 50 പേർക്ക് കൊടുത്ത് റിസൾട്ട് ആയതാണ്. അപ്പോൾ നല്ലൊരു ടെസ്റ്റിമണിയാണ് അത്. അപ്പോൾ അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇതൊരു 90 to 95% അദ്ദേഹം 100% പറയുന്നു. ആയിക്കോട്ടെ, അത് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. നോക്കാം. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരായിരുന്നു? ഹലോ ഹലോ, പറഞ്ഞോളൂ. ആര് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ സ്മിതയാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി എനിക്ക് മുടിക്ക് ഭയങ്കര താരനുണ്ട്, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഓക്കെ, എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായി. എത്ര വയസ്സുണ്ട്? ഹോസ്റ്റലിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ മാരീഡ് ആയപ്പോ ഞാൻ ബാംഗ്ലൂർക്ക് വന്നതാണ്. എത്ര വയസ്സുണ്ട്? പറ്റാത്തതുകൊണ്ടാണ്. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 21 വയസ്സുണ്ട്. ഉണ്ട്. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ അതിന്? ഇല്ല, ഇതിന്റെ മുന്നേ ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ മരുന്ന് കുടിക്കുമ്പോ കുറയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവിടുത്തെ വെള്ളവും ട്രാവലിംഗും ഞാൻ വർക്ക് ചെയ്യാണ്, എല്ലാം കൂടി ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു അനന്ത സ്പെഷ്യൽ ഹെയർ കെയർ ഓയിലാണ്. അത് ബാംഗ്ലൂർ ലഭ്യമല്ല, കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണ്? ഒരു പ്രേക്ഷകർ പറഞ്ഞത്, കാരണം അപ്പം അത് ഓൺലൈൻ ലൈവ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ്. അത് കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ? ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അത് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിക്കേണ്ടത് കുളി കഴിഞ്ഞിട്ട് തല തോർത്തി മുടി ഉണക്കുക. പെണ്ണുങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറാവും മുടി ഉണങ്ങാനായിട്ട്. 8-10 തുള്ളി ഓയിൽ എടുക്കുക, തറവായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് അടുത്ത കുളി വരെ അത് റീറ്റെയിൻ ചെയ്യുക തലയിൽ. മസാജ് ചെയ്യുമ്പോൾ അത് ചെറിയ കൊഴിച്ചിലൊക്കെ ഉണ്ടാവാം. അത് ഗ്രാജുവലി കുറഞ്ഞ് നോർമലാവും. കട്ടിയൊക്കെ വരും, അത് സ്ട്രെങ്ത് വരും. തന്നെയാണ് മസാജ് ചെയ്യാൻ പറയുന്നത്. മസാജ് ചെയ്യുമ്പോൾ റൂട്ട് സ്ട്രോങ് ആയി കഴിയുമ്പോൾ മുടി കട്ടി വരും. പൊട്ടലുണ്ടെങ്കിൽ അതും മാറും. ഇതിപ്പോ ഞാൻ ക്ലോറിൻ വാട്ടറിലാണ്. അപ്പൊ വെള്ളത്തിന്റെ അത് വെള്ളം കുറച്ചു നേരം പിടിച്ചു വെച്ചിട്ട് ആ ക്ലോറിന്റെ എഫക്ട് ഒന്ന് മാറിയതിനു ശേഷം ഉപയോഗിച്ചാൽ മതി. വെള്ളം പ്രശ്നമല്ല. വെള്ളം വ്യത്യാസമുള്ളവർക്ക് ഞങ്ങൾ പല ഭാഗത്ത് കൊടുത്തു നോക്കിയിട്ടുണ്ട്, റിസൾട്ട് ഉണ്ട്. അപ്പൊ ഉപയോഗിച്ച് നോക്കാം. എന്താണ് പറയേണ്ടത് അപ്പൊ മെഡിക്കൽ ഷോപ്പിൽ? അനന്ത സ്പെഷ്യൽ അനന്ത ഹെയർ ഓയിൽ എന്ന് ചോദിച്ചാൽ മതി. അനന്ത. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് അത് 1-2 ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് ഒരു 6 മാസം 1 കൊല്ലം വരെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. അല്ല, ഇത് വേറെ പല അസുഖങ്ങൾക്കുള്ള ഓയിലാണ്. അഥവാ ജലദോഷം വന്നിരുന്നാലും നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജലദോഷം വരാം. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജലദോഷം പൂർണ്ണമായിട്ടും ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അപ്പൊ അതിനെപ്പറ്റി ജലദോഷം വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ സ്മിത, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, ഇപ്പോൾ ഈ എണ്ണ തേക്കുമ്പോൾ സാധാരണ ഒരു എണ്ണ തേക്കുമ്പോൾ ഉള്ള ഒരു തലമുടിയുടെ ഒരു ഓയിലി എഫക്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇതിലും ഉണ്ടാവും? അതായത് ഈ എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞൊരു 1/2 hour കഴിഞ്ഞിട്ട് തലയിൽ തേക്കുമ്പോൾ ഫസ്റ്റിലൊരു 4-5 ദിവസം നമുക്കൊരു പിരിപിരിപ്പ് ഫീൽ ചെയ്യും. അതായത് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് എന്താ ഒരു എണ്ണ തേച്ചപ്പോഴത്തെ അതല്ല, നമ്മുടെ രോമകൂപങ്ങളിൽ ഓയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ്. അതൊരു 3 to 4 days ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ആ എഫക്റ്റ് അങ്ങ് മാറും. ഓയിൽ തേച്ച പോലെ തന്നെ ഇരിക്കും തല. ഓയിൽ കിടന്നാലേ റിസൾട്ട് വരുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് വരില്ല. ഓയിൽ അവിടെ റീറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫോളിക്കിൾസ് ഓപ്പൺ ആവുള്ളൂ. മസാജ് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ആ ഓപ്പൺ ആയിട്ട് അതിനെ നമ്മൾ മസാജ് ചെയ്ത് എടുത്താൽ മാത്രമേ ഹെയർ സ്പ്ലിറ്റിംഗ് തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മാറി ഹെയർ സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. അതായത് നമ്മളൊരു ചെടിക്ക് വളവും വെള്ളവും കൊടുക്കുന്ന പോലെ മുടി സംരക്ഷിച്ചാൽ മാത്രമേ തലയിൽ മുടി നിൽക്കത്തുള്ളൂ. അതിനാണ് ഈ മസാജ് ചെയ്യാൻ പറയുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. താരൻ പല കാരണങ്ങളുണ്ട് ഉണ്ടാവാം. അപ്പം അത് മാറാനാണ് ഈ മസാജ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് എണ്ണ തേച്ചിട്ട് സാധാരണ നമ്മൾ എണ്ണ തേക്കുമ്പോൾ അതിനുശേഷം ഷാമ്പൂ ഇട്ടത് കളയാറുണ്ട്. അപ്പോൾ അത് പോലെ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റില്ല. ഷാമ്പൂ ഇടാം, പക്ഷേ ഷാമ്പൂ ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പൂ വേണമെങ്കിൽ വീക്കിലി ഓൺസ് ഉപയോഗിക്കാം. കഴിവതും ഷാമ്പൂ സോപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുക. വല്ല താളിയോ പയറുപൊടിയോ ചീവയ്ക്കാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. കാരണം കഴിവതും നേച്ചറിൽ തന്നെ നിൽക്കുക. കെമിക്കൽ എഫക്റ്റ് ഒന്നും വരാതെ നോക്കിക്കഴിഞ്ഞാൽ മുടി സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോപ്പോ ഷാമ്പോ എല്ലാവരും കാണുന്ന ഒരു പ്രതിഭാസം, കുളിക്കുമ്പോൾ തീർച്ചയായിട്ടും സോപ്പ് തലയിൽ തേക്കുന്നു. മിക്ക മുടി കൊഴിച്ചിലിൻ്റെ ഒരു മുഖ്യ കാരണം ഈ സോപ്പ് തലയിൽ തേക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വന്ന 2 കോളേഴ്സും പറഞ്ഞത് തലമുടി കൊഴിച്ചിൽ പ്ലസ് താരനാണ് പറഞ്ഞത്. താരൻ നമ്മുടെ തലമുടി കൊഴിച്ചിന് പ്രധാന ഒരു കാരണമാണെന്ന് പറയാം. അപ്പോൾ ഈ താരന് നമ്മുടെ ഈ മെഡിസിൻ എന്തുമാത്രം എഫക്റ്റ് ചെയ്യും? താരൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന പല കേസുകളും താരനായിരിക്കണമെന്നില്ല. എല്ലാവരും വന്ന് പറയും വെള്ളപ്പൊടി കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറയും.
അപ്പോൾ നമുക്ക് 1-2 ബോട്ടിൽ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ താരനാണെങ്കിൽ കുറവ് കിട്ടും. കുറവ് കിട്ടിയില്ലെങ്കിൽ അത് ഒന്നുകിൽ ഉണ്ടാവാം. അപ്പോൾ അത് 1-2 ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മുടെ കോളേഴ്സ് സാറ് പറഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തലമുടി കൊഴിച്ചിലിന് വെറും ഒരു കാരണം മാത്രമായിരിക്കില്ല, പല അസുഖങ്ങളുടെയും പാർട്ടായിട്ട് തലമുടി കൊഴിച്ചിൽ വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ഡോക്ടറെ കാണാതെ അതൊരു തീർച്ചയായിട്ടും ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഒന്ന് തൈറോയ്ഡ് ഡിസോർഡർ, മിക്കവാറും വിളിക്കുന്നവർ തൈറോയ്ഡ് ഡിസോർഡറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ അതിൽ TSH ലെവൽ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ആയാലും മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് സൈഡ് കറക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പോഴും അവിടെ ഒരു എന്താ പറയുക, ഒരു ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ട് മുടിക്ക്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ഇല്ലാത്തവർ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്താൽ മാറും എന്നുള്ളൊരു സർവീസ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തികളിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത് നമുക്ക് ഈസിയസ്റ്റ് വേയിൽ തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മിക്കവാറും കേസുകളിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു 80% കേസും വിളിക്കുന്നവരിൽ നോർമൽ ആവുന്നുണ്ട്, ഓയിൽ കൊണ്ട് തന്നെ. ബാക്കിയുള്ള കേസിൽ മാത്രം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് മതി. നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കോൾ വെയിറ്റ് ചെയ്തു. നമസ്കാരം, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരായിരുന്നു? ഞാൻ അതിരമ്പുഴയെന്നാണ് വിളിക്കുന്നത്, കോട്ടയം ഡിസ്ട്രിക്ട്. പേരെന്താണ് മാം? എനിക്ക് മോൾക്ക് വേണ്ടിയിട്ടാണ്. മോൾക്ക് 25 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് അവളുടെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പം ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറെ നീലവൃങ്ങാതി എണ്ണകൾ അതുപോലെയുള്ളതൊക്കെ ഒരുപാട് തേച്ചു നോക്കി, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. അപ്പം അതുപോലല്ല, ഇത് റിസൾട്ട് ഉള്ള ഒരു ഓയിലാണ്. ഇതിന്റെ പേര് അനന്ത ഹെയർ ഓയിൽ എന്നാണ്. അനന്ത ഹെയർ ഓയിൽ. അതെ അതെ, കോട്ടയത്ത് കേരളത്തിലേ കിട്ടുള്ളൂ. കോട്ടയത്ത് നിന്ന് വാങ്ങി കൊടുത്തേക്കാം. കോട്ടയത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ഉണ്ടാവും. അഥവാ കിട്ടുന്നില്ലെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. അത് വാങ്ങിയിട്ട് ഈ പറഞ്ഞ ഡയറക്ഷൻ പ്രകാരം ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെ വിളിച്ചാൽ മതി. അല്ല അത് അനുമ്പേ മെഡിക്കൽ സ്റ്റോറിൽ തിരക്കാം, മിക്കവാറും ഉണ്ടാവും, അവിടെ ലഭ്യമാണ്. ഇല്ലെങ്കിൽ മൊബൈലിൽ കോൺടാക്ട് ചെയ്താൽ മതി. ശരി, ഞാനും എനിക്കും ഉണ്ട് അത്. ബട്ട് ഞാൻ എബവ് 40 ആണ്. അല്ല, ഈ 40 എന്ന് പറഞ്ഞിരിക്കുന്നത് ബാൾഡിന് മാത്രമാണ്, എന്തോ കഷണ്ടിക്ക് മാത്രമാണ്. മുടി കൊഴിച്ചിലിന് പ്രായമൊന്നും ബാധകമല്ല. അത് ഈ 60 ബാൾഡിന് 40 പറയുന്നുണ്ടെങ്കിലും 63 വയസ്സ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊടിച്ചതായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്കും ആ ഓയിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. എന്തോ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. മോൾക്കെന്ന് പറഞ്ഞാൽ നല്ലപോലെ പൊഴിഞ്ഞ് തലയോട്ടി നല്ലപോലെ കാണാം. അല്ല, അതൊക്കെ മാറി വരും, മസാജ് ചെയ്യുമ്പോൾ കയറി വരും. ഓക്കെ മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥിരമായിട്ട് എണ്ണ ഉപയോഗിക്കുന്ന ആളിന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. അതങ്ങനല്ല, സാധാരണ മാർക്കറ്റിൽ പല എണ്ണകളും പല ഡയറക്ഷൻസും ഒക്കെ പറയും. പക്ഷേ അതൊന്നും ഈ ഒന്നി കൂടുതൽ അവസ്ഥയ്ക്കുള്ളതല്ല. മുടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരും. മുടി പൊട്ടി പോകണം, മുടി വളരുന്നില്ല എന്ന്. ഇതങ്ങനല്ല. ഇത് കഷണ്ടി, മുടി കൊഴിച്ചിൽ, താരൻ, ഉറക്കമില്ലായ്മ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, അലർജിക് തുമ്മൽ, തലയ്ക്കുണ്ടായ ക്ഷതം, ഇത്രയും കംപ്ലയിൻസ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നര, ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു നര 1 മാസമേ ഉപയോഗിച്ചുള്ളൂ, 80% നര മാറിയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ഫലം. കണ്ണിന് ഡ്രൈനെസ് ഉള്ളവർ സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്ന രോഗികളിൽ പരീക്ഷിച്ചപ്പോൾ അവരുടെ ഐ ഡ്രോപ്സ് നിർത്താൻ പറ്റുകയും കണ്ണീർ ഗ്രന്ഥിക്ക് തിരിച്ച് ഉൽപ്പാദനം വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ എണ്ണ ഒരു തലയ്ക്കുള്ള ഒരു സ്പെഷ്യൽ ടോണിക്കാണ്, ഒരു ഹെഡ് ടോണിക്. ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയും പോലെ ഒരു ടോണിക്കാണ്, ഒരു ഹെഡ് കെയർ ടോണിക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം മാർക്കറ്റ് ഇപ്പോൾ പറയും നീലമൃങ്ങാതി ഉപയോഗിച്ച് പല ഇതും ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഇതിൻ്റെ ഈ ഔഷധ ഗുണം കിട്ടത്തില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഫോർമുലയാണത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു ഇൻറ്റേർണൽ മെഡിസിൻ, ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ? എന്തിനാണ്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻറ്റേർണൽ മെഡിസിൻസ് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം കഴിവത് ഒഴിവാക്കുക. ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുന്നതാണ് പല പ്രോബ്ലംസും എൻഹാൻസ് ചെയ്യുന്നത്, കൂട്ടുന്നത്. അത് കൂട്ടുന്നത് കുറയ്ക്കാനായിട്ട് ഇൻറ്റേർണലി ഒരു മെഡിക്കേഷൻ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിവതും എക്സ്റ്റേണലിൽ കൊണ്ട് നിൽക്കുക, പറ്റാതെ വരുന്നെങ്കിൽ മാത്രം ഇൻറ്റേർണൽ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് ഒരു കെട്ട് മരുന്ന് കഴിക്കുന്നൊരു പ്രക്രിയ, അത് മാറുക, മരുന്ന് കഴിക്കാതെ ജീവിക്കുക. അതാണ് എപ്പോഴും നല്ലത്. മരുന്ന് കൊണ്ടും രോഗം ഉണ്ടാവാം, മരുന്ന് ഓവർ യൂസ് ആയി കഴിഞ്ഞാലും രോഗം ഉണ്ടാവാം. അപ്പോൾ അത് ഒഴിവാക്കുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം, മെഡിറ്റോക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം.